നമസ്കാരം. സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PSC പരീക്ഷ നടന്നു കഴിയുമ്പോൾ പ്രൊഫഷണൽ കീ ഒക്കെ അവരെന്ത് അപ്ലോഡ് ചെയ്യും അല്ലേ. ആ പ്രൊഫഷണൽ കീയിൽ അത് ചിലപ്പോൾ ചില മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കീ പബ്ലിഷ് ചെയ്തെന്നാണ് അന്ന് മുതൽ 5 ദിവസത്തിനുള്ളിൽ നമുക്കത് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പല ആൾക്കാർക്ക് അതൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ദൂരീകരിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ എടുത്ത് പറഞ്ഞോളട്ടെ. നമ്മൾ ഈ ഒരു നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷ നടക്കുന്നു, അതിൻ്റെ ആ പ്രൊഫഷണൽ കീ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു പബ്ലിഷ് ചെയ്ത പ്രൊഫഷണൽ കീയിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ തെറ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ നിൽക്കാവൂ, ചലഞ്ച് ചെയ്യാനായിട്ട് നിൽക്കാവൂ. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് കയറിയിട്ട് ചലഞ്ച് ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അത് പല ആൾക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കീ ചലഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മുടെ ജാബിർ സാറിന്റെ പ്രൊഫൈലിൽ ഒന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ആൻസർ കീ കംപ്ലൈന്റ് എന്ന് പറഞ്ഞൊരു ടാബ് നിങ്ങൾക്ക് കാണാം. ആ ആൻസർ കീ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ടാബിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ പേജ് ഓപ്പൺ ചെയ്ത് വരും. അവിടെ നമുക്ക് നാവിഗേറ്റ് ടു റിക്വസ്റ്റ് ടു ആക്സസ് ദ ഫെസിലിറ്റി എന്ന് പറഞ്ഞൊക്കെ കാണാം. അവിടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വേറൊരു പേജ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. റേസ് എ ന്യൂ റിക്വസ്റ്റ്, വ്യൂ ദ സ്റ്റാറ്റസ് ഓഫ് ദ പ്രീവിയസ് റിക്വസ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അത് നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ചലഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റിക്വസ്റ്റുകൾ കൊടുക്കുന്നതും. ഇതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റേസ് എ ന്യൂ റിക്വസ്റ്റ് എന്നുള്ളതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഡ്രോപ്പ് മെനു നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഡ്രോപ്പ് മെനു വരുന്ന സമയം നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റിക്വസ്റ്റ് ഫോർ റീചെക്കിംഗ് ദ ആൻസർ സ്ക്രിപ്റ്റ്, കോപ്പി ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ് ഉണ്ട്, അതേപോലെ റിക്വസ്റ്റ് സ്ക്രൈബ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കി ആൻസർ കീ കംപ്ലൈൻസ് എന്ന് പറഞ്ഞൊരു ടാബ് നിങ്ങൾക്ക് അവിടെ കാണാവുന്ന ആൻസർ കീ കംപ്ലൈൻസ്. അവിടെ OMR ഓൺലൈനോ, അത് OMR ആയിട്ട് നടന്ന പരീക്ഷയുടെ ആണെങ്കിലും അത് ഓഫ്ലൈൻ ആയിട്ട് നടന്ന പരീക്ഷയാണെങ്കിലും ഓൺലൈൻ ആയിട്ട് നടന്ന പരീക്ഷയാണെങ്കിൽ രണ്ടിന്റെയും നമുക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. അതിനകത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിനകത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം, ഫയൽ എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക കാര്യം ഒരു ചുമന്ന അക്ഷരത്തിൽ ബോൾഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ചലഞ്ചിങ് ദ റൈറ്റ് ആൻസർ യു മസ്റ്റ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് യു മസ്റ്റ് അപ്ലോഡ് സപ്പോർട്ടിംഗ് ബുക്ക് റെഫറൻസസ് ആസ് വെൽ. യുവർ ചലഞ്ച് വിൽ നോട്ട് ബി എന്റർടൈൻഡ് വിത്തൗട്ട് പ്രോപ്പർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ചലഞ്ച് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഏതാണ്, ഇതാണ് ശരി എന്ന് നിങ്ങൾ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് മറ്റു കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഒപ്പം അപ്ലോഡ് ചെയ്യണം. അങ്ങനെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ചലഞ്ച് എന്ത് ചെയ്യത്തില്ല, അത് PSC സ്വീകരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോവുകയാണ് ഫയൽ എ കംപ്ലൈന്റ് എന്നുള്ളതിനകത്തേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് എക്സാം നമുക്ക് വരും. അപ്പൊ ഏത് ഡേറ്റുള്ള എക്സാം നടന്നതാണ് എന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ 1-ാം തീയതി നടന്ന എക്സാം ആണ്, OMR എക്സാം ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് നോക്കിക്കേ, കീ പബ്ലിഷ് ചെയ്ത് 3/8/2026 എന്നുണ്ട്. ചലഞ്ച് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 8/8/2026 രാത്രി 11:59 വരെ നമുക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അത് ക്വസ്റ്റ്യൻ മീഡിയം നമ്മൾ സെലക്ട് ചെയ്യുക. മലയാളമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മീഡിയം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതും അതേപോലെ ആൻസർ കീ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന മറ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ PSC അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ 4 കോഡുണ്ട്, ABCD എന്ന് പറഞ്ഞ 4 കോഡുണ്ട്. ഈ 4 കോഡിൽ A കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ A കോഡിനകത്തുള്ള എന്താണ് പ്രൊഫഷണൽ കീ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക B കോഡോ C കോഡോ D കോഡോ ആയിരിക്കും നിങ്ങൾ കിട്ടുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് A കോഡിനകത്ത് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചലഞ്ച് ചെയ്യേണ്ടത്. അല്ല നിങ്ങളുടെ B കോഡ് വെച്ചിട്ട് ചലഞ്ച് ചെയ്യാനോ C കോഡോ D കോഡോ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. A കോഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ പ്രൊഫഷണൽ കീ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇവിടെ പറയുന്നത് ആസ് പെർ ദ കോഡ് A കോഡ് പ്രകാരം നിങ്ങൾ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ എന്നുള്ളത് നിങ്ങൾ എടുക്കുക. ഇപ്പൊ ഞാനിവിടെ സപ്പോസ് ഞാനിവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തത് എന്ന് കരുതുക. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചലഞ്ച് ചെയ്യണം. 15ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു. അവിടെ നമുക്ക് കംപ്ലൈന്റ് ടൈപ്പ് നമുക്കുണ്ട്, ഏത് ടൈപ്പിലുള്ള കംപ്ലൈന്റ് ആണ് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. 1-ാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്
നമ്മുടെ പ്രൊഫഷണൽ കീയിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്താണ്? റോങ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം റൈറ്റ് ഓപ്ഷൻസ്, ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓപ്ഷൻസിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരമേ ലഭ്യമല്ല എന്നുള്ളതാണ്. നാലാമതായിട്ട് പറഞ്ഞത് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? തെറ്റ് എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന മോർ ദാൻ വൺ റൈറ്റ് ആൻസർ ഇൻ ദ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് ആൻസർ നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് റോങ് എന്ന് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ PSC സാധാരണഗതിയിൽ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ക്യാൻസൽ ചെയ്യാറാണ് പതിവ് കേട്ടോ. നമുക്ക് ഇവിടെ പ്രൊവിഷൻ കീയിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആൻസർ കീ എന്താണ്? ചേഞ്ച് ചെയ്ത് വരികയായിരിക്കും സാധാരണഗതിയിൽ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്? പ്രൊവിഷണൽ കീ എന്താണ്? റോങ് ആണ് എന്നുള്ളത് ഞാൻ എടുക്കുന്നു. അപ്പൊ അവിടെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രൊവിഷണൽ കീയിൽ PSC ഏതാണ് ഈ പറയുന്നതിനോട്ട് ആൻസർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യും? ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. തൊട്ടു താഴായിട്ട് നമുക്ക് എന്തുണ്ട്? ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആണ്, ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ A ആണ് എന്ത് ചെയ്യുന്നത്? ക്ലിക്ക് ചെയ്യുന്നത്. A ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് താഴെ എന്തുകൊണ്ട് A ഓപ്ഷൻ ശരിയായി എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കയറ്റേണ്ടതാണ്. ഇനി അതിനുശേഷം നമുക്ക് താഴേക്ക് നോക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കണം നിങ്ങൾ ഏത് ബുക്കിൽ നിന്നാണ് ഈ ഒരു റെഫറൻസ് നിങ്ങൾ കിട്ടിയത് എന്നുള്ള ബുക്കിന്റെ പേര്, ഏത് ബുക്കാണ്. ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്തിന്റെ ഒക്കെ ബുക്ക് എടുക്കാം, അല്ലെങ്കിൽ SCERT NCERT ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഓതർ ആരാണ് എന്ന് കൊടുക്കുക, പബ്ലിഷർ ആരാണ് എന്ന് കൊടുക്കുക, ഏത് എഡിഷൻ ആണെന്നും ഏത് പേജ് നമ്പർ ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ കൃത്യമായി നിങ്ങൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അത് ഏത് പേജിലാണ് എന്ന്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് ഇന്നതാണ് ശരി ഉത്തരം എന്നുള്ള ഇപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു പേജ് എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ആൻസർ വരുന്ന ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്തിട്ട് അത് PDF ആക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏത് കൊടുക്കുക? സേവ് ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ വൺ റൈറ്റ് ആൻസർ ഇൻ ദ ഓപ്ഷൻസ് ആണ്. അതായത് ഓപ്ഷൻസിനകത്ത് ഒന്നിലധികം ശരി ഉത്തരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ 15 ചോദ്യം തന്നെ C ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നിലധികം ശരി ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ്? ഇതേപോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ ഇപ്പൊ Aയും Bയും ശരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എന്ന് കരുതാം. അങ്ങനെ നിങ്ങൾ കൊടുക്കണം. A എന്തുകൊണ്ടാണ് ശരിയായത് എന്നുള്ളത് അവിടെ കൊടുക്കുക. അതിന്റെ റെഫറൻസും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ ബുക്ക് ഏതാണ് ഓതർ, പബ്ലിഷർ ആരാണ്, ഏത് പേജ് നമ്പർ ആണ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതേപോലെ ആ ഒരു A ഓപ്ഷൻ എന്തുകൊണ്ട് ശരിയായി എന്ന് നിങ്ങൾ റെഫറൻസ് കൊടുക്കുന്നതിനകത്ത് അതും കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനി B ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് B ശരിയായി എന്നുള്ള കാര്യം കൊടുക്കുക. അതിന്റെ റെഫറൻസ് എവിടുന്നൊക്കെയാണ് എന്നുള്ളതും അതേപോലെ എന്ത് ചെയ്യണം? അത് ഏതാണ് എന്നുള്ളതിന്റെ പേജും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താണ്? ചോദ്യത്തിനകത്ത് നമുക്ക് റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഓപ്ഷൻ എന്നാണ്. ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് ഈ പറയുന്നതിന്റെ കൂട്ട് ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷനകത്ത് ശരിയായിട്ടുള്ള ഉത്തരമേ ഇല്ല എന്നാണ്. പക്ഷെ C അവിടെ ഓപ്ഷൻ എന്ത് ചെയ്തു? PSC അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാം എന്തുകൊണ്ടാണ് ഈ പറയുന്ന C ഓപ്ഷൻ തെറ്റ് എന്നുള്ളതും ഓപ്ഷനകത്ത് എന്തുകൊണ്ടാണ് ശരി ഉത്തരം ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. ആ ശരി ഉത്തരം വരുന്നത് ഏതാണ് എന്നുള്ളതിന്റെ ആ ഒരു പേജ് കൂടെ എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. ഇനി നാലാമത്തെ ഓപ്ഷനിൽ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? റോങ് ആണ്. ക്വസ്റ്റ്യൻ റോങ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ളത് എടുക്കാം. അപ്പൊ അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാം എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റയാണ് അല്ലെ. നമ്മളത് ചില കാര്യങ്ങൾ ഇപ്പൊ മാത്സിനകത്തൊക്കെ പല ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന ചോദ്യം ചെയ്യുമ്പോൾ ചില കൃത്യമായിട്ടുള്ള ഡേറ്റാസ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഏത് ഡേറ്റയാണ് മിസ്സിംഗ് ആയത് എന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പൊ വൊക്കാബുലറി ഒക്കെ നമുക്ക് ശരിയായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ വരും. പക്ഷെ PSC ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ കാര്യം ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടാണ് ആ ശരിയായിട്ടുള്ളത് എന്തുകൊണ്ടാണ് തെറ്റായിട്ടുള്ളത്, ശരിയായിട്ടുള്ള വേർഡ് ഏതാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സേവ് ചെയ്യാവുന്നതാണ്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻസും അതേപോലെ ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു പ്രൊസീജിയർ തന്നെയാണ്. വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആൻസർ നമ്മൾ ചലഞ്ച് ചെയ്തു എന്ന് കരുതി PSC അത് ചേഞ്ച് ചെയ്യണം, ആൻസർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ചെയ്യുന്ന കാര്യം നമുക്ക് അത്രത്തോളം ഉറപ്പുണ്ട് ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നുള്ളത് നമുക്ക് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ചലഞ്ച് ചെയ്യാനിരിക്കുക. അങ്ങനെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ PSC എന്ത് ചെയ്യും? അവർ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. റിവ്യൂ ചെയ്തിട്ട് ഇത് എന്താണ്? ക്വസ്റ്റ്യൻ തെറ്റാണ്
അല്ലെങ്കിൽ ആൻസർ തെറ്റാണ്, അല്ലെങ്കിൽ ആൻസർ ഇല്ല എന്ന് PSCക്ക് ബോധ്യമായാൽ മാത്രമേ PSC എന്ത് ചെയ്യത്തുള്ളൂ, ആൻസർ കീയിലേക്ക് ഒരു റിവിഷൻ, ഫൈനൽ ആൻസർ കീ റിവിഷൻ വരുത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യത്തുള്ളൂ. അല്ല ചുമ്മാ PSC എന്ത് ചെയ്യത്തില്ല, നമ്മൾ ചലഞ്ച് ചെയ്തു എന്ന് കരുതി PSC അത് എന്ത് ചെയ്യത്തില്ല, അത് എന്താണ് ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ആൻസർ റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനോ ഒന്നും നിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ചലഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.